ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചിതമാണെന്ന് തോന്നുന്നു. എൻ്റെ പേര് അതുൽ രാജ്. ഇന്ന് നിങ്ങൾക്കറിയാം എന്താണ് എക്കണോമിക് വീക്കാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളിന്ന് എക്കണോമിക്സിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായി ഇൻട്രൊഡക്ഷൻ ടു ദി എക്കണോമിക്സ്, അത് എക്കണോമിക്സിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിനെ പറ്റി പറയുമ്പോൾ ഒരു ഇന്ത്യൻ പൗരനെന്ന നിലയിൽ നമുക്കറിയണം ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രത്തെപ്പറ്റി കൂടുതലായിട്ട് കുറച്ചെങ്കിലും ഒരു അറിവുണ്ട്. നമുക്കറിയാം എല്ലാവർക്കും എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒരു ബാലികേറ മലയാന്നുള്ളത്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കറക്റ്റ് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയേണ്ടത് എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്താണ് ഈ സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറയേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ബ്രിട്ടീഷുകാർ വന്നു. അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പം രണ്ട് രീതിയിലായിരുന്നു, ഒരു ഇമ്പീരിയലൈസേഷനും ഉണ്ടായിരുന്നു, കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കറിയാം കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ കോളനിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ശേഖരങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക. അപ്പം ആർക്കാ ശരിക്കും പ്രോഫിറ്റ് കിട്ടുക? ബ്രിട്ടൻകാർക്കല്ലേ പ്രോഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ യൂറോപ്യൻസിനാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു മാർക്കറ്റായിട്ടാണ് അവർക്ക് നിന്നിരുന്നത്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഒരുപാട് റിസോഴ്സസ് നഷ്ടപ്പെട്ടു. അപ്പം വരും കാലങ്ങളിൽ എന്താണ്, ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ സീറോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ നമുക്കൊന്നുമില്ല. ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ നമ്മൾ ഇവിടുന്ന് സീറോയിൽ നിന്ന് വേണമായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇവിടെ നിന്നുള്ളതെല്ലാം ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഇതില്ലായിരുന്നു, ഒരു തീർപ്പില്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് പ്ലാനിങ് കമ്മീഷനും അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനായിട്ടുള്ള പല രീതിയിലുള്ള പ്രൊപ്പോസൽസ് മുന്നോട്ട് വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഒരു പ്ലാനിങ് എക്കണോമി അല്ലെങ്കിൽ പ്ലാനിങ് ഡെവലപ്മെൻ്റ് ഒക്കെ കൊണ്ടുവന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നീതി ആയോഗവും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പോപ്പുലേഷനാണ്, നല്ല രീതിയിൽ പോപ്പുലേഷൻ ഉണ്ട്. ഏകദേശം 141 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 141 ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഓക്കെ അല്ലേ? ഈ 141 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റിസോഴ്സസ് എവിടെ അവൈലബിൾ അല്ല? ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആ ലിമിറ്റഡ് റിസോഴ്സിൽ നിന്ന്, അത്രയും ചെറിയ പതുങ്ങിയുള്ള റിസോഴ്സിൽ നിന്ന് നമുക്ക് ബേസിക് നീഡ്സ് കൈകാര്യം ചെയ്യാനുള്ള സംഭവങ്ങൾ വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്ലാൻ ചെയ്തെടുക്കുകയാണ്, അതിൻ്റെ സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബേസിക് നീഡ്സ് കൈകാര്യം ചെയ്യാൻ ഈ ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആവശ്യം എങ്ങനെ നിറവേറ്റാം എന്ന് പറയുന്നതാണ് ആ ഒരു സ്റ്റഡിയെ പറയുന്നതാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പറയുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി എക്കണോമിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ത്രൂ ഔട്ട് നമ്മുടെ പല ഫാക്കൽറ്റീസും നിങ്ങൾക്കായിട്ട് ഇന്നും ഫുള്ള് എക്കണോമിക് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് എക്കണോമിക്സുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ? ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് ദ സ്കേഴ്സ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് വാല്യുബിൾ കോമോഡിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദെൻ എമംഗ് ദ ഡിഫറെൻറ്റ് പീപ്പിൾസ്. എന്താണ് പറയുന്നത്? ഏറ്റവും ചെറിയ രീതിയിലുള്ള സ്കേഴ്സ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു 141 കോടി ജനങ്ങളുണ്ട്. ആ 141 കോടി ജനങ്ങൾക്കും ഉള്ളാവുന്ന ഒരു റിസോഴ്സസ് ഇവിടെ ഉണ്ടോ? ഇല്ല. ആ റിസോഴ്സസ് അവിടെ ഇല്ല. അപ്പം ആ ചെറിയ രീതിയിലുള്ള റിസോഴ്സസ് വെച്ചിട്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അതായത് സൊസൈറ്റിയിലുള്ള എല്ലാ ജനങ്ങളുടെയും ബേസിക് നീഡ്സ്, ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യണം. ആ സ്റ്റഡി, അതിനെപ്പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ്ഡ് സ്കേഴ്സ് റിസോഴ്സസ്. അല്ലേ? സ്കേഴ്സ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. ടു പ്രൊഡ്യൂസ് വാല്യുബിൾ കോമോഡിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ ഡിഫറെൻറ്റ് പീപ്പിൾ. ക്ലിയർ ആയല്ലോ? ഇതാണ് എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഫാദർ ഓഫ് ദി എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ്. ആരാണ്? ആഡം സ്മിത്ത്. സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആണ് ആഡം സ്മിത്ത്. പുള്ളിക്കാരൻ ഒരു എക്കണോമിസ്റ്റ് മാത്രമല്ല, ഒരു ഫിലോസഫർ കൂടിയായിരുന്നു. ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. അപ്പം ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് മാത്രമല്ല ആഡം സ്മിത്തിനെ പറഞ്ഞത്, ഫാദർ ഓഫ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ഫാദർ എന്നുള്ള രീതിയിലും ആരെ അറിയപ്പെടുന്നുണ്ട്? ആഡം സ്മിത്തിനെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ബുക്കുണ്ട്, വെൽത്ത് ഓഫ് ദി നേഷൻസ്. ഒരുപാട് തവണ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ്. വെൽത്ത് ഓഫ് ദി നേഷൻ ആൻഡ് എൻക്വയറി ഇൻ ടു ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ബുക്ക് എഴുതി തയ്യാറാക്കിയത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ക്ലിയർ ആയല്ലോ? അത് എക്കണോമിക്സിൻ്റെ ബൈബിൾ എന്നുള്ള രീതിയിൽ പറയാം, വെൽത്ത് ഓഫ് ദി നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെൽത്ത് ഓഫ് ദി നേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആരാണ്? റിട്ടേൺ ചെയ്തിരിക്കുന്ന ആരാണ്? ആഡം സ്മിത്ത് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഫാദർ ഓഫ് ദി എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത്.
അതുപോലെ തന്നെ ഫാദർ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതും ആഡം സ്മിത്ത് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പറയുവാണെങ്കിൽ 1930 മുമ്പ് വരെ എന്താണ് എക്കണോമിക്സ് ഒറ്റ ഒരു ബ്രാഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1933 റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ഒരു നോർവേക്കാരനാണ്. റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ഒരു നോർവേക്കാരനാണ്, അവിടുത്തെ ഒരു എക്കണോമിസ്റ്റാണ് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ 1933 എന്ത് ചെയ്തു, 2 ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ പേരിട്ടു. എന്താ? മൈക്രോയും മാക്രോയും. അങ്ങനെ 2 പേരുകൾ നൽകി. മനസ്സിലായല്ലോ? അത് 1930 മുമ്പ് എന്താണ് ഒറ്റൊരു എക്കണോമിക് ബ്രാഞ്ചേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ, ബേസിക് നീഡ്സ് കൈകാര്യം, അതായത് സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് ബേസിക് നീഡ്സ് കൈക്കൊള്ളുക എന്നുള്ളത്. ആ ഒറ്റൊരു കാര്യം മാത്രമേ ഒറ്റൊരു എക്കണോമിക്സ് എന്നുള്ള ഡെഫിനേഷനേ ഉള്ളായിരുന്നു. പക്ഷേ 1933 എന്താണ് റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്നത് ആരാണ്? നോർവേക്കാരനാണ്. ആരാണ്? നോർവീജിയൻ എക്കണോമിസ്റ്റ് ആണ് ആര്? റാഗ്നർ ഫിഷ് എന്ന് പറയുന്നത്. 1933 പുള്ളിക്കാരൻ 2 രീതിയിലാണ് എക്കണോമിക്സിനെ തരംതിരിച്ചത്. ആരൊക്കെയാ? മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സും. ഓക്കെ, നമ്മുടെ എക്കണോമിക്സിൻ്റെ 2 ബ്രാഞ്ചാണ് മൈക്രോയും മാക്രോയും. ഇനി എന്താണ് മൈക്രോ എക്കണോമിക്സും എന്താണ് മാക്രോ എക്കണോമിക്സും നമുക്ക് നോക്കാം. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ആവശ്യം, ഒരാളുടെ മാത്രം ഡിമാൻഡ്, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫേം, ഒരാളോ ആയിക്കോട്ടെ ഒരു സ്ഥാപനമായിക്കോട്ടെ, ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ കാണിക്കുന്നതാണ് എന്ത്? അതിനെ കണക്കാക്കുന്ന സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ്. ക്ലിയർ ആയല്ലോ? ഒരാളുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഡിസിഷൻ മേക്കിംഗ് പവറിന് ആ ഒരു സ്റ്റഡിയെ പറ്റി പറയുന്നതാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ്? സച്ചസ് കൺസ്യൂമേഴ്സ്, റിസോഴ്സ് ഓണേഴ്സ് അല്ലെങ്കിൽ ഫേംസ്. നമ്മൾ പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ കൺസ്യൂമർ, ഉപഭോക്താവ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്മാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫേംസ്, അവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൺസേൺസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ബിഹേവിയർ ആണ് എന്ത്? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഓവറോൾ കാര്യങ്ങൾ എടുത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഇന്ത്യയിലെ ഫുൾ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടല്ലോ, ഇന്ത്യയിലെ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എല്ലാ ബിഹേവിയർ സ്ട്രക്ചറും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഓവറോൾ എക്കണോമിക് ഫിനോമിന. ഓക്കെ, ഓവറോൾ എക്കണോമിക് ആയിട്ടുള്ള ഫിനോമിനയാണ് എന്തെന്ന്? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സച്ചസ് പ്രോബ്ലം ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, GNP, സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അഗ്രിഗേറ്റ് കൺസംഷൻ, അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര. അത് ഇന്ത്യയിൽ മൊത്തം കണക്കാക്കാൻ പറ്റുന്ന GDP ആയാലും GNP ആയാലും ഇതെല്ലാം എന്തിൻ്റെ സ്റ്റഡിയാണ്? മാക്രോ എക്കണോമിക്സിൻ്റെ സ്റ്റഡിയാണ്. നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്താ പറഞ്ഞത്? അങ്ങനെ ആ പേര് തന്നെ നിങ്ങൾ നോക്കിയാൽ മൈക്രോ മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫുൾ ബിഹേവിയർ കണക്കാക്കുന്നതാണ് മാക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുത്. അത് ഒരു ആളുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻഡിവിജ്വൽ ബിഹേവിയർ പഠിക്കുന്ന ഒരു സയൻസാണ് എന്താ? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തിലോട്ട് നമുക്ക് പോവാം. എക്കണോമിക് ആക്ടിവിറ്റി. എന്താണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും വലിയതായിട്ട് പറയില്ല. നമ്മൾ ഇപ്പോൾ ഒരു സാധനം, ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യണമെങ്കിലോ, ആ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നതിന് ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ് മനസ്സിലായല്ലോ. അതായത് നമ്മളൊരു സാധനത്തെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയാണ് ആ ഒരു പ്രവൃത്തിയാണ് എന്ത് വിളിക്കുക? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എനി action that involves producing, distributing, consuming the products, services is an economic activity. ക്ലിയർ ആയല്ലോ? ഏതൊരു സാധനത്തെ പ്രൊഡ്യൂസ് ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനോ നമ്മളാ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയാണ് എന്ത് നമ്മൾ പറയുക? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ബാച്ച് RRBയുടെ NTPCയുടെ ഓൺലൈൻ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് മെയ് 27 മുതൽ. സോ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസിൻ്റെയും ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഡീറ്റെയിൽ ക്ലാസ് ഈ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെയ് 27 RRB NTPC നോക്കുന്ന ആൾക്കാർ ധൈര്യത്തോടെ ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ there are three central problems in economy. എക്കണോമിയിൽ ഉണ്ടാകുന്ന 3 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലംസ് ആണ്. ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന്. കാരണം നമുക്കറിയാം നമുക്ക് ആകെ ചെറിയ രീതിയിലുള്ള റിസോഴ്സസേ ഉള്ളെന്ന്.
അപ്പോൾ ആ ചെറിയ രീതിയിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് വലിയൊരു പ്രോബ്ലമാണ്. കാരണം ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പം അധികം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് കുറഞ്ഞു പോകും, അങ്ങനെ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ എന്താണ് ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള കറക്റ്റ് കാര്യം എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമ്മുടെ എക്കണോമി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ ആണോ? വാട്ട് ടു പ്രൊഡ്യൂസ്, ഈ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് എന്താകണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ എക്കണോമിയിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മുടെ ഈ മിനിമം റിക്വയർമെൻറ്റ് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതും ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുന്നതാണ്. ഇനി അടുത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്റ്റ് എമംഗ് ദ വേരിയസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. നമ്മൾ ഈ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എങ്ങനെയാണ് പല സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ നമുക്കറിയാം സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഏരിയ കവർ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിലേക്ക് എങ്ങനെയാണ് ഈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എത്തിക്കുക എന്നുള്ളത് ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ ആണോ? നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടേ എന്നുള്ളൊരു പ്രോബ്ലം, അതായത് എന്താണ് മനുഷ്യൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, അതെങ്ങനെ, അതായത് ഈ ടെക്നോളജി വെച്ചിട്ട് അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സെക്ഷൻ, സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് എങ്ങനെ നമ്മൾ ഈ സർവീസ് കൊണ്ട് എത്തിക്കും എന്നുള്ളൊരു പ്രശ്നവും അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരങ്ങളായിട്ടാണ് നമ്മൾ എക്കണോമിക്സ് 3 രീതിയിൽ എന്താണ് തിരിക്കുന്നത്, 3 സെക്ടേഴ്സായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. ക്ലിയർ ആയല്ലോ? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ, അങ്ങനെ 3 സെക്ടറായിട്ട് എക്കണോമിയെ ഉണ്ട്. 3 സെക്ടേഴ്സ് ഓഫ് എക്കണോമി എന്ന് പറയുന്നത്. ഇനി എന്താ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അക്യൂർ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിനെ അക്യൂർ ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ അഗ്രികൾച്ചർ അല്ലേ? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ പോയി നമ്മൾ ഇപ്പോൾ വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. അതെന്താണ്? ഒരു പ്രൈമറി സെക്ടറാണ് അല്ലേ? വേറെ എന്തെങ്കിലും ഒരു ഫോറസ്റ്റ് പ്രൊഡ്യൂസർ, നമ്മൾ നേരെ പോയി വനത്തിൻ്റെ അകത്ത് അല്ലേ വുഡ്സും കാര്യങ്ങളൊക്കെ, അതൊരു നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ? മൈനിങ് എന്ന് പറയുമ്പോൾ കല്ല് കൊത്തി പിടിക്കുക ചെയ്യുക എന്നുള്ളത് അതെന്താണ്? ഒരു നാച്ചുറൽ റിസോഴ്സാണ് അല്ലേ? അപ്പോൾ അവരെ നാച്ചുറൽ റിസോഴ്സിനെ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാനുഫാക്ചറാണ്, പ്രൊഡക്ഷനാണ്. ഈ നമുക്ക് കിട്ടിയ നാച്ചുറൽ റിസോഴ്സ് വെച്ചിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുക എന്നുള്ളതാണ് സെക്കൻഡറി സെക്ടറിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതായത് ഈ സെക്കൻഡറി സെക്ടറിനകത്താണ് എന്ത് വരുന്നത്? ഇൻഡസ്ട്രീസ് വരുന്നത്. ഓക്കെ, നമ്മളിവിടുന്ന് ഒരു നാച്ചുറൽ റിസോഴ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് ആ റോ മെറ്റീരിയൽ എടുക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ആ റോ മെറ്റീരിയൽ എടുക്കുന്ന ആ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആദ്യമേ നാച്ചുറൽ റിസോഴ്സിൽ എടുത്തു, അത് കഴിഞ്ഞിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി നമ്മൾ ഇൻഡസ്ട്രീസിൽ കൊണ്ടുപോകുന്നു. ആ ഇൻഡസ്ട്രീസാണ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഏതാണ്? സെക്കൻഡറി സെക്ടറാണ്. ഇനി അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമല്ലോ, അതായത് എല്ലാ ആൾക്കാരിലേക്കും ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എത്തിക്കണം. അപ്പോൾ അതെന്താണ്? സർവീസാണ് അല്ലേ? അപ്പോൾ ആ സർവീസ് സെക്ടറാണ് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയി നാച്ചുറൽ റിസോഴ്സിനെ അക്വയർ ചെയ്യുന്നു. ആ അക്വയർ ചെയ്ത നാച്ചുറൽ റിസോഴ്സിനെ അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ആക്കുന്ന സെക്ടറാണ് ഇത് സെക്കൻഡറി സെക്ടർ. അതിനെ പല സെക്ഷൻസ് ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഏത് വഴിയാണ്? സർവീസ് വഴിയാണ്, ട്രാൻസ്പോർട്ടേഷൻ വഴിയോ അല്ലെങ്കിൽ വേറെ ഏത് മാർഗ്ഗത്തിലൂടെ സർവീസായിട്ട് കൊടുക്കുക. ഓക്കെ, അതാണ് ടെറിഷറി സെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ, പ്രൈമറി സെക്ടറിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് അഗ്രികൾച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അടുത്ത ഫിഷിങ്, അതുപോലെ തന്നെ ഫോറസ്ട്രി, മൈനിങ് ആൻഡ് ക്വാറിങ് അല്ലേ? ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ലേ? ഓക്കെ, അവിടുന്ന് എടുക്കുന്ന ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോയി അവിടുന്ന് റിസോഴ്സസിന് ഡയറക്റ്റ് ആയിട്ട് നാച്ചുറൽ റിസോഴ്സിന് എടുക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അടുത്ത് നോക്കിയാൽ നിങ്ങൾ സെക്കൻഡറി സെക്ടർ നോക്കിയേ, നമ്മൾ പറഞ്ഞു ഈ കിട്ടുന്ന റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടിയിട്ട് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. എന്തൊക്കെയാണ്? മാനുഫാക്ചറിങ് അല്ലേ? മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സെക്ടറാണ്. കൺസ്ട്രക്ഷൻ അല്ലേ? കൺസ്ട്രക്ഷൻ ഇപ്പോൾ കല്ലും ചുടുകട്ടയും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് മാത്രം നോക്കിയോ അതിനെ ഒരു കറക്റ്റ് അലൈൻമെൻറ്റിൽ കൊണ്ടുവന്ന് അതിനെ ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് മാത്രമല്ലേ നമുക്കൊരു വീട് പണിയാനോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതാണ് സെക്കൻഡറി സെക്ടറാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡറി സെക്ടറാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു ഈ കിട്ടുന്ന ഫിനിഷ്ഡ് ഗുഡ്സിനെ നമ്മൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, പല സെക്ഷൻസിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ
സൊസൈറ്റിയിലെ പല ആൾക്കാരിലേക്ക് എത്തിക്കണം. അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് അല്ലേ, സർവീസ് പ്രൊവൈഡറാണ്. അപ്പോൾ സർവീസ് പ്രൊവൈഡറാണ് ആര്, ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞു. അതിനകത്ത് ആരൊക്കെയാണ്, ട്രാൻസ്പോർട്ടേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്, ബാങ്കിങ്, ട്രേഡ്, സ്റ്റോറേജ്, ഇവരെല്ലാം ചെയ്യുന്ന എന്താണ്, സർവീസാണ്. അപ്പോൾ എന്താണ് സർവീസിന് ഇത് വരുന്നത് എവിടെയാണ്, ടെറിഷറി സെക്ടറിലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് എക്സാമ്പിളാണ്. സെയിം സാധനം തന്നെയാണ് നമ്മൾ ഒരു ഡയഗ്രാം എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. അഗ്രികൾച്ചർ, ഡയറി, ഫിഷിംഗ്, ഫോറസ്ട്രി. സെക്കൻഡ് സെക്ടർ വരുമ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. ടെറിഷറി സെക്ടർ വരുമ്പോൾ സർവീസ് സെക്ടറാണ്. കണ്ടോ, ട്രെയിൻ പോകുന്ന പോലെ കാണിക്കുന്നു. അവരെന്താണ് ആ ഗുഡ്സ് എല്ലാം കൊണ്ട് പല സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിൽ കൊടുക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ കാണിച്ചേക്കാണ്. അടുത്ത എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എക്കണോമിക് ഗ്രോത്തിനെ കണക്കാക്കുക? എന്താ ഇവിടെ പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദി എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രോം വൺ പീരിയഡ് കമ്പയർഡ് ടു ദി അനദർ പീരിയഡ്. അതായത് ഏതെങ്കിലും ഒരു കാലഘട്ടം, ഇപ്പം ബേസ് ഇയർ ആയിട്ട് ഒരു വർഷം എടുക്കാം. ഇപ്പം 2011, 2010, 2011 അതായിരിക്കും നമ്മുടെ ബേസ് ഇയർ അല്ലെങ്കിൽ റെഫറൻസ് ഇയർ. അതിനെ വെച്ചിട്ട് ഇപ്പം നമ്മുടെ നിലവിലുള്ള സാമ്പത്തികം നോക്കും, എന്നിട്ട് അത് കൂടുതലാണോ കുറവാണോ എന്ന് വെച്ച് കമ്പയർ ചെയ്യും. അതാണ് എക്കണോമി. എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ എന്താണ് എന്ത് ചെയ്യും, അതിന് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2010, 2011 നമ്മുടെ റെഫറൻസ് ഇയർ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബേസ് ഇയർ ആയിട്ട് എടുത്തെന്ന് വെച്ചോ. ഓക്കെ, റെഫറൻസ് ഇയർ അല്ലെങ്കിൽ ബേസ് ഇയർ ആയിട്ട് എടുത്തെന്ന് വെച്ചോ. ഇപ്പം നിലവിൽ നമ്മുടെ 2024-25 ഒരു എക്കണോമിക് ഗ്രോത്ത് കണക്കാക്കണമെങ്കിൽ ഒരു 6.8 ആണ് നമ്മുടെ 2024-25 ഗ്രോത്ത് എന്നിരിക്കെ, ഇവിടെ ബേസ് ഇയറിൽ നമുക്ക് എന്താണ് 7.8% ആയിരുന്നു ഗ്രോത്ത് എന്ന് വെച്ചോ. ബേസ് ഇയർ ഞാൻ പറഞ്ഞ ബേസ് ഇയർ 2010-11 അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.8% ആണെന്ന് വിചാരിച്ചോ. 2024-25 എന്താണ് 6.8% മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായോ? ഇല്ല. ഓക്കെ, അപ്പം ബേസ് ഇയർ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ഇയറിനെ വെച്ചിട്ട് നമ്മുടെ നിലവിലത്തെ വർഷത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് എന്താണ് കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് നോക്കുന്നതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഒരു വർഷത്തെ കമ്പയർ ചെയ്ത് മറ്റൊരു വർഷത്തെ ഗ്രോത്ത് നോക്കുന്നതാണ് എക്കണോമിക് ഗ്രോത്ത് എന്നുണ്ട്. ഇതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ? എന്താ, ക്വാണ്ടിഫയബിൾ ആയിട്ട് മെഷർ ചെയ്യാം. അത് കണക്ക് അല്ലേ, കണക്ക് പരമായി അല്ലേ, ക്വാണ്ടിഫൈ എന്നൊക്കെ ന്യൂമറിക്കൽ വെച്ചിട്ടില്ലേ നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. 7.8% അല്ലെങ്കിൽ 6.8% എന്ന് പറയുന്നത് നമ്മൾ ന്യൂമറിക്കൽ വെച്ചിട്ടില്ലേ അതിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷേർഡ് ഇൻ എന്താണ് ക്വാണ്ടിറ്റി മാറ്റർ അല്ലേ, ക്വാണ്ടിഫയബിൾ ആണ്. ഇതിനെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് മനസ്സിലാക്കാം. ക്ലിയർ ആണ്? അതിൻ്റെ ഉദാഹരണങ്ങളാണ് ആര്, GDP, GNP എന്ന് പറയുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും അല്ലെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഒക്കെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു കോമൺ എക്സാമ്പിൾസ് ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയാലോ? ഇനി അടുത്ത എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ നമ്മുടെ സെക്ഷൻസിലുള്ള ജനങ്ങളുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമവും അവർക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ അളക്കുന്ന ഒരു സംഭവമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതിനകത്ത് ഗ്രോത്ത് ഉണ്ടോ നോക്കുന്നതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് ദ പ്രോഗ്രാംസ്, പോളിസീസ്. ഓക്കെ, പ്രോഗ്രാംസ്, പോളിസീസ്, ആക്ടിവിറ്റീസ് ദാറ്റ് സീക്ക് ടു ഇംപ്രൂവ് ദി എക്കണോമിക് വെൽബീങ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ലൈഫ്. അത് ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും പോളിസീസുമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഒരു സൊസൈറ്റിയിലെ ആൾക്കാരുടെ ജീവിത നിലവാരവും അവരുടെ ക്ഷേമവും അത് ഉയർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രോഗ്രാമും പോളിസീസും അത് വിജയകരമായി കൊണ്ടുവരുമ്പോഴാണ് അതിനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയാലോ? ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന പോലെ എന്താണ്, ഒരു ക്വാണ്ടിറ്റി മാറ്റർ അല്ല. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു ക്വാണ്ടിഫയബിൾ എന്ന് പറഞ്ഞല്ലോ, കണക്ക് വെച്ചിട്ടാണ് അതിനെന്ത് പറയുക, ഒരാൾക്ക് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലായി. പക്ഷേ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അങ്ങനെ കണക്ക് വെച്ച് പറയാൻ പറ്റുമോ? ഇതൊരു ഫിസിക്കൽ അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് അളക്കാൻ പറ്റുമോ, ഇത്ര ആൾക്ക് ഇത്ര സന്തോഷം ഉണ്ടായി, നമുക്ക് അളക്കാൻ പറ്റുമോ? കണക്ക് പരമായി അളക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാൾക്ക് ഇത്രയും ജീവിത നിലവാരം ഉയർന്നു, നമുക്ക് കണക്ക് പരമായി അളക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. സോ ഇതെന്താണ്, ഇതൊരു ഫിസിക്കൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, നോക്കുക, ഇതൊരു ഡിഫറൻസ് ആണ്. എക്കണോമിക് ഗ്രോത്തിൻ്റെയും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണ് അല്ലേ, കണക്ക് പരമായ ഒരു കൺസെപ്റ്റ് ആണ് എക്കണോമിക് ഗ്രോത്ത് എന്ന്. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചില്ലേ, 6.8, 7.8% കണക്കിൽ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റാണ്, അതൊരു ക്വാളിറ്റിയാണ് അല്ലേ. നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് എത്രയെന്ന് ന്യൂമറിക്കൽ കണക്കാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരാളുടെ ക്ഷേമം ഇത്രയുണ്ട്, അല്ലെങ്കിൽ അത് വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതൊരു കണക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. സോ അതെന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ്
എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റേറ്റീവ് കൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണി ഡയമെൻഷനിലാണ്. കാരണം എന്താണ്? ഇൻകം പെർസ്പെക്റ്റീവ് വെച്ചിട്ട് മാത്രമായിരിക്കും എക്കണോമിക് ഗ്രോത്ത് കണക്കാക്കുക. വരുമാനത്തിൻ്റെ വളർച്ച വെച്ചിട്ടായിരിക്കും എക്കണോമിക് ഗ്രോത്ത് കണക്കാക്കുക എന്ന് മനസ്സിലാക്കുക. പക്ഷേ എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ്? മൾട്ടി ഡയമെൻഷനാണ്. അവിടെ വരുമാനമാണോ? വരുമാനം മാത്രമല്ല, വരുമാനം നോക്കും, സന്തോഷം നോക്കും, ക്ഷേമം നോക്കും, ഇതെല്ലാം നോക്കും അവിടെ. ഓക്കെ, എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡയമെൻഷനാണ്. എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണി ഡയമെൻഷനാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി. ഇവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് വരുമ്പോൾ ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ വെൽഫെയർ അല്ലേ? ഇവിടെ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ എക്കണോമിക് ആക്ടിവിറ്റിക്ക് ഉയർച്ച ഉണ്ടാവണം. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യണമെങ്കിൽ എന്താണ്? പ്രൊഡക്ഷൻ കൊണ്ടും. അതാണ് ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് വെൽഫെയർ ആണ് അല്ലേ? പ്രൊഡക്ഷനും വെൽഫെയറിനും എന്താണ്? ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ക്ഷേമപ്രവർത്തനം അതുപോലെ തന്നെ പ്രൊഡക്ഷനും എവിടെ ഉണ്ടാവണം? ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ മെഷേർഡ് ആസ് GDP പെർ ക്യാപിറ്റ ഇൻകം. മെഷേർഡ് ആസ് GDP ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇതിനെ മെഷർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി മാറ്റർ ഉണ്ട്, ക്വാളിറ്റി മാറ്റർ ഉണ്ട്. ക്വാണ്ടിറ്റി മാറ്റർ അളക്കുന്ന ഇതിനകത്താണ്? എക്കണോമിക് ഗ്രോത്തിലും. എക്കണോമിക് ഡെവലപ്മെന്റിലാണ് എന്ത്? ക്വാളിറ്റി മാറ്റർ അടയാളപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അവിടെ ടൈപ്സ് ഓഫ് എക്കണോമി ഉണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേതാണ് മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയും. ഓക്കെ, ടൈപ്സ് ഓഫ് എക്കണോമിയിൽ ഒന്നാമത്തെ കാറ്റഗറി മാർക്കറ്റ് എക്കണോമി അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. രണ്ടാമത്തത് ദ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് എക്കണോമി. മൂന്നാമത്തെ ദ മിക്സഡ് എക്കണോമി. ഓക്കെ, ഒന്നാമത്തെ ദ മാർക്കറ്റ് എക്കണോമി, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. രണ്ടാമത്തെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കണോമി. മൂന്നാമത്തത് മിക്സഡ് എക്കണോമി. ഓക്കെ, നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചത്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് രണ്ട് സൂപ്പർ പവേഴ്സ് ആയിട്ട് ആര് വരുന്നുണ്ട്? US-ഉം റഷ്യയും കടന്നു വരുന്നുണ്ട്. അങ്ങനെ US-ഉം റഷ്യയും കടന്നു വരുമ്പോൾ അവർ തമ്മിൽ എന്താണ്? ഒരു ആശയപരമായ ഐഡിയോളജിക്കൽ ഡിഫറൻസുള്ള രീതിയിൽ ഒരു യുദ്ധം നടക്കുന്നത്. അതിനാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. എന്തായിരുന്നു റഷ്യയുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്? റഷ്യയുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കണോമിയാണ് അല്ലേ? സോഷ്യലിസം ആയിരുന്നു. അതുപോലെ തന്നെ US-ന്റെ ക്യാപിറ്റലിസം ആയിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഈ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് കാരണമാണ് കോൾഡ് വാർ നടക്കുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ എക്കണോമി ബേസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ത്യ ഇതിനകത്ത് ഏതാ ഫോളോ ചെയ്യുന്നത്? ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് എക്കോണമി സിസ്റ്റമാണ്. കാരണം ഞാൻ പറഞ്ഞു നമ്മൾ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പക്ഷക്കാരെ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സഡ് എക്കണോമി, അതായത് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആൾക്കാരെ വേഷം. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ? മുതലാളിത്തമാണ്. പ്രൈവറ്റ് ആണ് അവിടുത്തെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ. പ്രൈവറ്റ് പ്രോപ്പർട്ടി അവിടെ ആവശ്യമാണ്. ഓക്കെ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. രണ്ടാമത്തെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി അഥവാ സോഷ്യലിസ്റ്റ് പ്ലാൻഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗവൺമെൻറ് എന്താണ്? ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, ഗവൺമെൻറ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. മറ്റേതിനകത്ത് പ്രൈവറ്റ് സെക്ടറിനാണ് അധികാരം. ഇവിടെ രണ്ടാമത്തെ സോഷ്യലിസ്റ്റ് എക്കണോമിയിലാണെങ്കിൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സറാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? മിക്സർ എക്കണോമി എന്ന് പറയുന്നത്. അതായത് എന്താണ്? പ്രൈവറ്റും വേണം പബ്ലിക്കും വേണം. അതായത് എന്താണ്? പകുതി സോഷ്യലിസവും പകുതി ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്നുള്ള രീതിയിലാണ് എന്ത്? മിക്സഡ് എക്കണോമി. ഇതാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി നോക്കാം. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് പ്രൈവറ്റ് പ്രോഫിറ്റ്. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ലാഭവും പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും നോക്കി കണക്കാക്കുന്നതാണ് എന്ത്? അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റമാണ് എന്ത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഇൻ ദിസ് സിസ്റ്റം പ്രൈസസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിനെയും സപ്ലൈയുടെയും അത് വെച്ചിട്ടാണ് എന്ത്? ഡിമാൻഡിനെയും സപ്ലൈയുടെയും ഇത് വെച്ചിട്ടാണ് നമ്മളിവിടുത്തെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കുറയും, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുമ്പോൾ അതിന് പ്രൈസ് കൂടും. അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മനസ്സിലായി. എവിടെ? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ തീരുമാനിക്കുന്നത്. ഇവിടെ ഇതിനെ എന്ത് വിളിക്കാം? ലേസേ ഫെയർ എന്നും കൂടി വിളിക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലേസേ ഫെയർ. എന്താ ലേസേ ഫെയർ എന്ന് പറഞ്ഞാൽ? തിയറി എന്ന് പറഞ്ഞാൽ അതായത് ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഇല്ല. അത് പ്രൈവറ്റ് ഈ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്കണോമിയിൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാര്യത്തിനാണ് എന്താ ലേസേ ഫെയർ എന്ന് പറയുന്നത്. വിതൗട്ട് ദ ഇൻ്റർഫിയറൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ USA, UK, കാനഡ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ മെയിൻ ഉദാഹരണങ്ങളാണ്. ഇവിടെയൊക്കെ എന്ത് ഫോളോ ചെയ്യുന്നത്? ക്യാപിറ്റലിസം എക്കണോമിയാണ് ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. ഒന്നാമത്തെ പ്രൈവറ്റ് ഓണർഷിപ്പാണ് ഓഫ് ദി പ്രോപ്പർട്ടി. പ്രൈവറ്റ് ഓണർഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ആണ് കൂടുതൽ ആൾക്കാർ, മുതലാളികൾ ആണ് ഇവിടെ കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓണർഷിപ്പിലാണ് പ്രോപ്പർട്ടി നിൽക്കുക എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ്, അതായത് അവർക്ക് ഈ മുതലാളികൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അവരുടെ ഫേം നോക്കി നടത്താനുള്ള എന്താണ് അവകാശങ്ങൾ ഇതിനകത്ത് നൽകുന്നുണ്ട്. അടുത്ത പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ട്. ലാഭമാണ് അവർ എപ്പോഴും നോക്കുക.
എപ്പോഴും അവർ ലാഭമാണ് നോക്കുക. രണ്ടാമത്തെ പ്രൈസ് മെക്കാനിസം ഗൈഡ്സ് ദ പ്രൊഡക്ഷൻ ഡിസിഷൻ. പ്രൈസ് ആണ് എന്ത് അവിടെ പ്രൊഡക്ഷൻ കാര്യം തീരുമാനിക്കുന്നത് മനസ്സിലാക്കുക. അടുത്തത് എക്സിസ്റ്റൻസ് ഓഫ് കോമ്പറ്റീഷൻ ഇല്ലേ, 2-3 പ്രൈവറ്റ് ഫേംസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. അതാണ് പറഞ്ഞത് എക്സിസ്റ്റൻസ് ഓഫ് കോമ്പറ്റീഷൻ. കൺസ്യൂമേഴ്സ് ആർ സുപ്രീം അല്ലേ, കൺസ്യൂമേഴ്സ് ആണ് സുപ്രീം. കാരണം കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു കാര്യം വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പോഴേ ആ പ്രൊഡക്റ്റ് നിന്ന് പോകത്തില്ലേ. അപ്പോൾ അവരാണ് അവിടുത്തെ എന്ത് സുപ്രീം പവർ എന്നുള്ള പറയുന്നത്. അടുത്ത വെരി അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലേ, ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി കാരണം എന്താണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. ഒരു റിച്ച് പുവർ ഡിവൈഡ് ഉണ്ടാവും അല്ലേ, പണക്കാരനും ദരിദ്രനുമായിട്ടുള്ള ഒരു ഡിവിഷൻ ഗ്യാപ്പ് അവിടെ കൂടും. അതാണ് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇൻ ആബ്സെൻസ് ഓഫ് റോൾ ഓഫ് ഗവൺമെൻറ്. ഞാൻ നേരത്തെ പറഞ്ഞ ലേസേ ഫെയർ എന്ന് പറയുന്നത് അവിടെ എന്താ പറയുന്നത്, ഇങ്ങനത്തെ എക്കണോമിയിൽ എന്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ല, ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ ലേസേ ഫെയർ എന്ന് വിളിക്കുന്നത്, ഇതിനെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയെ വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയാണ്. ഒന്നാമത്തെ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്കണോമിക് ഫ്രീഡം ഉണ്ടാവും, ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് അല്ലേ, ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്. കാരണം ഞാൻ പറഞ്ഞു ഫ്രീഡം ഉണ്ട് അവർക്ക്, എന്തിനാ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്, അവരുടെ ഫേംസ് കൈകാര്യം ചെയ്യാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. കാരണം അവിടെ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആയിരിക്കും. നമ്മളിപ്പോൾ അമേരിക്ക, US, കാനഡയൊക്കെ നോക്കുക, അവിടെ എന്താണ് നല്ല രീതിയിലുള്ള ജീവിത നിലവാരമാണ് പുലർത്തുന്നത്. കാരണം അവിടെ എന്താണ് കൂടുതൽ ആൾക്കാർ ഈ മുതലാളിത്തം എന്നുള്ള രീതിയിൽ ജീവിച്ച് പോകുന്നതുകൊണ്ട് അവരുടെ നല്ല രീതിയിൽ കാശ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലായിരിക്കും അവരുടെ ജീവിത നിലവാരം ഉയരും. അതാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമെറിറ്റ്സ് ആണ്. ഡിമെറിറ്റ്സ് എന്നാൽ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ആണ് അല്ലേ, ലേബറായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഇനീക്വാലിറ്റി ഇൻ ഇൻകം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് റിച്ച് പുവർ ഡിവൈഡ് അല്ലേ, പണക്കാരനും ദരിദ്രനും തമ്മിലുള്ള ആ ഡിവിഷൻ കൂടും. പിന്നെ എന്താണ് ലെസ് ഫോക്കസ് ഓൺ സോഷ്യൽ വെൽഫെയർ ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് എന്താണ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്താണ് അവർ വളരെ ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് അല്ലേ. അടുത്തത് എന്താണ് ത്രെട്ട് ഓഫ് ഓവർ പ്രൊഡക്ഷൻ. എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് അവർക്ക് കൂടുതൽ എന്താണ് പ്രൊഡക്ഷൻ നടത്താനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. ഓരോ പ്രൊഡക്ട്സും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അതും എന്താണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത സോഷ്യലിസ്റ്റ് എക്കണോമി. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഉണ്ട്. സെൻട്രലി പ്ലാൻഡ് ഓർ സോഷ്യലിസ്റ്റ് എക്കണോമി ഈസ് ബേസ്ഡ് ഓൺ ദി ഗവൺമെൻറ് കൺട്രോൾ. മനസ്സിലാക്കുക, ഒരു ഗവൺമെൻറ് കൺട്രോളിലൂടെ നടക്കുന്ന ഒരു സംഭവമാണ് എന്ത് സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന് പറയുന്നത്. ഇവർ മെയിൻലി എന്തിനു വെച്ചിരിക്കുന്നതാണ്, സോഷ്യൽ വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇവർ പ്രവർത്തിക്കുന്നത്. ക്ലിയർ അല്ലേ. ഈ എക്കണോമി മെയിൻലി പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ എന്തിന് ആരുടെ അധികാരമുണ്ട്, ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ല. പോളണ്ട്, USSR, ചൈന എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി. ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസ്റ്റ് എക്കണോമി എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. എന്താണ് പബ്ലിക് ഓണർഷിപ്പ് അല്ലേ, നമ്മൾ ക്യാപിറ്റലിസം പറഞ്ഞു. ക്യാപിറ്റലിസം പറയുമ്പോൾ എന്താണ് അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരുന്നു, ഇവിടെ പബ്ലിക് ഓണർഷിപ്പ് വരുന്നുണ്ട്. അതുപോലെ നോ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ്. നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ എന്താണ് എൻ്റർപ്രൈസസിന് എന്താണ് അവിടെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, അവരുടെ സ്വന്തം ഫേം കൈകാര്യം ചെയ്യാനുള്ള ഫ്രീഡം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ് നോ ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസസ്. ഇവിടെ എന്താണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്, സോഷ്യൽ വെൽഫെയർ മോട്ടീവിനാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്ലാനിങ് മെക്കാനിസം ഗൈഡ്സ് ദ പ്രൊഡക്ഷൻ. നമ്മൾ അവിടെ പറഞ്ഞ എന്താണ് പ്രൈസ് മെക്കാനിസം ആണ് അല്ലേ. അവിടെ ഈ ക്വാണ്ടിറ്റിയാണ് നോക്കുന്നത്, അവിടെ എന്താണ് ശമ്പളവും അല്ലെങ്കിൽ ആ പ്രൈസാണ് വിലയൊക്കെയാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്ലാനിങ് ആണ്, ആ പ്ലാനിങ് ആണ് ഇവിടെ നോക്കുന്നത്. ഇവിടുത്തെ മെയിൻ ആണിക്കൾ എന്ന് പറയുന്നത്. അടുത്ത നോ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടോ, ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. കാരണം എന്താണ് ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെ കുറവുണ്ട്. പക്ഷേ മറ്റടുത്ത് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഫേം തുറന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ എന്തായാലും അവിടെ കാണും. അടുത്തെന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് കൺസ്യൂമർ സോവറിറ്റി. കൺസ്യൂമേഴ്സിൻ്റെ ഒരു സുപ്രീം പവർ ഇവിടെ ഇല്ല. കൺസ്യൂമേഴ്സിൻ്റെ ഒരു സുപ്രീം പവർ ഇല്ല. പക്ഷേ എന്ത് വന്നാലും ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഒരു സുപ്രീം പവർ ഇതിനകത്ത് ഇല്ലയെന്ന് മനസ്സിലാക്കുക. ഇനി റെസ്ട്രിക്ഷൻസ് ഓഫ് ഫ്രീഡം ഓഫ് ഒക്യുപ്പേഷൻ, ഇനീക്വാലിറ്റീസ് ഓഫ് ഇൻകം റെഡ്യൂസ്ഡ്, അതുപോലെ കംപ്ലീറ്റ് റോൾ ഓഫ് ഗവൺമെൻറ് അല്ലേ. ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ദി എന്തിൻ്റെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അടുത്തത് മിക്സഡ് എക്കണോമിയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് ഇവർ രണ്ടുപേരുടെ പ്രൈവറ്റും വേണം പബ്ലിക്കും വേണം. അതാണ് എന്ത് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ. മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത് ബോത്ത് പ്രൈവറ്റിൻ്റെ പബ്ലിക്കിൻ്റെ ഒരു മിക്സ്ചറാണ് എന്ത് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിക്സഡ് എക്കണോമി സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് മനസ്സിലാക്കാം. മിക്സഡ് എക്കണോമിയുടെ ഇതെന്താ ഫീച്ചേഴ്സ് ഒക്കെ എന്താ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഉണ്ടാവും. ഫ്രീഡം എവിടെ ഉണ്ടാവും, പ്രൈവറ്റ് സെക്ടറിൽ ഫ്രീഡം ഉണ്ടാവും, പക്ഷേ എവിടെ ഫ്രീഡം ഇല്ല, പബ്ലിക് സെക്ടറിൽ ഫ്രീഡം ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് മോട്ടീവ് ഇൻ പ്രൈവറ്റ് സെക്ടറിൽ എന്തുണ്ടാവും,
ലാഭം ഉണ്ടാവും. അതുപോലെ തന്നെ വെൽഫെയർ മോട്ടീവിന് പബ്ലിക് സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം രണ്ടും കൂടി കൂട്ടി യോജിച്ച് വെച്ചേക്കാം. പബ്ലിക് സെക്ടറിൽ എന്തുണ്ടാവും? ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിരിക്കും ലാഭം ഉണ്ടാകുക. മറ്റേതെന്തായിരിക്കും? അവിടെ എന്താണ്? അവിടെ പൈസയ്ക്കായിരിക്കും കൂടുതൽ മൂല്യം കൊടുക്കുന്നത് പ്രൈവറ്റ് സെക്ടറിനകത്ത്. ക്ലിയർ ആയാലോ? അടുത്ത ബോത്ത് പ്രൈസ് മെക്കാനിസം പ്ലാനിങ്ങും എവിടെ ഉണ്ടാവും? ഇന്ത്യയിലുണ്ടാവും. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ഉണ്ട്. എവിടെ? പ്രൈവറ്റ് സെക്ടറിൽ മാത്രമേ കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ആവുന്നുള്ളൂ. അതുപോലെ കൺസിഡറബിൾ ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റ് അല്ലേ? വളരെ എന്ന് വെച്ചാൽ ഇപ്പം ക്യാപിറ്റലിസം നോക്കുവാണെങ്കിൽ എന്താണ്? അവിടെ നല്ല രീതിയിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ടായിരുന്നു. പബ്ലിക് വരുമ്പോൾ അത്രയില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കൂടി മിക്സ്ചറാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇനി ഗവൺമെൻറ് എന്താണ്? ഹാവ് ഫുൾ റോൾ ഇൻ പബ്ലിക് സെക്ടർ ആൻഡ് ലിമിറ്റഡ് റോൾ ഇൻ പ്രൈവറ്റ് സെക്ടർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറിനകത്ത് എന്താണ്? ഗവൺമെൻറ് റോൾ വളരെ കുറവും. അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിന് ഗവൺമെൻറ് ഫുൾ റോളും ഉണ്ടാവും. ക്ലിയർ ആയാലോ? ഇതാണ് ഇത് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച ക്യാപിറ്റലിസം സോഷ്യലിസം നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഒരു മിക്സ്ചറാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മിക്സഡ് എക്കണോമി എന്ന് പറയാം. മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എൻകറേജ്മെന്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ അല്ലേ? പ്രൈവറ്റ് സെക്ടറിന് ഇവിടെ എന്താ മുൻഗണന കൊടുക്കുന്നുണ്ട്. അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് പ്ലാനിങ് അല്ലേ? പ്ലാനിങ് ചെയ്യാമെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. അതുപോലെ ലെസ്സർ എക്കണോമിക് ഇനീക്വാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്. ഞാൻ പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇന്ത്യയിൽ 141 കോടി ജനങ്ങളുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർക്ക് എന്താ ഇത്രയും റിസോഴ്സസ് ഇല്ല. അപ്പോൾ ആ മിനിമം റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് ബേസിക് നീഡ്സ് കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസാണ്, അല്ലെങ്കിൽ ആ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിക്സഡ് എക്കണോമി കൊണ്ട് എന്തുകൊണ്ട്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നുള്ള ഒരു മെറിറ്റും കൂടി ഉണ്ട്. അതായത് പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ബേസിക് നീഡ്സ് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് മിക്സഡ് എക്കണോമി കാണിക്കുന്നത്. അടുത്ത ഡിമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് എഫിഷ്യൻസിക്ക് കുറച്ച് കുറവുണ്ട്. അതുപോലെ ഡിസിഷൻ ഓഫ് റെഡ് ടാപ്പിസം, കറപ്ഷൻ, ത്രെട്ട് ഓഫ് നാഷണലൈസേഷൻ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പൊതുവായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് എന്ത്? നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഫാക്കൽറ്റി വരിക. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇത്രയും നിങ്ങൾ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല എളുപ്പമുള്ള സബ്ജക്റ്റാണ്. അതിൽ വേറെ ഇതൊന്നുമില്ല. നല്ല രീതിയിൽ അത് നോക്കി പോവുക. അപ്പം നമ്മുടെ ഒരു സ്ഥിരം ഒരു ഇതാണ് എക്കണോമിക്സ് പാടാണ് അല്ലെങ്കിൽ GK പാടാണെന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ എക്കണോമിക്സിലെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇതിൻ്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ നോക്കുക, മാക്രോ എക്കണോമിക്സ് എന്താ നോക്കുക, മൈക്രോ എക്കണോമിക്സ് എന്ന് നോക്കുക, അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസും ബാങ്കിങ്ങും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എടുത്ത് തരും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.